തീർച്ചയായിട്ടും നമ്മുടെ ഉത്തര കേരളം തെയ്യപ്രപഞ്ചത്താൽ മുഖരിതമാണ്. തുലാപ്പത്ത് കഴിഞ്ഞാൽ ഇന്നാട്ടിൽ ചെണ്ടക്കൂറ്റ് വരും. അപ്പോൾ തെയ്യങ്ങൾ ഉറഞ്ഞാടും. അതിൽ ഉറഞ്ഞാടുന്ന ദേവന്മാരിൽ പ്രധാനിയാണ് വിഷ്ണുമൂർത്തി. പണ്ടേ പാലാടി തന്നിൽ പരമസുഖരസത്തോട് വാഴുന്ന ശ്രീ വൈകുണ്ഠൻ മർത്യമൃഗേന്ദ്രമായി അവതരിച്ചുണ്ടായ ശേഷം ഭൂമി മുമ്പായി വന്ന അള്ളടത്തിൽ പുകൾ പെരിയ സ്ഥലം നല്ല പാലായി ദേശത്തൻ പാലായി പരപ്പേൻ തൻ പരമപദര സാജ്ഞത്തിങ്കിൽ ഏൽപ്പിച്ചു കോലം. ഒളി അല്ലേ? ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സാധാരണ ഈ ഫുട്ബോൾ കമൻട്രിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആവേശത്തിലാക്കുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ കമൻട്രി, വള്ളംകളിയുടെ കമൻട്രി ഒക്കെയാണ്. ഒരു ആഘോഷത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ കമൻട്രി നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു? ഇങ്ങനെ നിരന്തരം. എന്തായിരുന്നു ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം, ഈ വലിയ ശബ്ദം ഇങ്ങനെ കൈമുതലായി കിട്ടിയത്? ഞാനിപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ശബ്ദം കൊണ്ട് എനിക്ക് നാട്ടിൽ അടയാളപ്പെടുത്തണം. അത് ഈ തെയ്യങ്ങളാണ്, കാവുകളിലും ക്ഷേത്രങ്ങളിലും ഉറങ്ങുന്ന തെയ്യങ്ങളാണ് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചിട്ടുണ്ട്. ഗംഭീരം.